അപ്പൊ ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളല്ല. ഇത് നമുക്ക് പ്രായവും അവരുടെ എക്സ്പീരിയൻസും എല്ലാം കൊണ്ടും നമുക്ക് പറഞ്ഞു തന്ന കുറെ അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്സ് ആണ്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. അത് സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആർക്കൊക്കെയാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്പെഷ്യലി അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് മുലപ്പാല് കുറവായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് പാല് കുറവാണെങ്കിൽ എങ്ങനെ പാല് കൂട്ടാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. എനിക്കറിയാവുന്ന 3 ടിപ്സ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ തെറാപ്പിയാണ്. വാട്ടർ തെറാപ്പിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുഞ്ഞിന് ഇപ്പൊ പാല് കൊടുക്കാന്ന് വെച്ചോ. ഇപ്പോൾ ഒരു 7 മണിയായെങ്കിൽ 7 മണിക്ക് പാല് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മിനിമം 4 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. അപ്പം അടുത്ത തവണ പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന് പാലുണ്ടായിരിക്കും. വെള്ളമാണ് നമ്മുടെ ദേഹത്ത് കൂടുതൽ വേണ്ടത്. ശരിക്കും പറഞ്ഞു ഫുഡും വേണം, പക്ഷെ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ 7 മണിക്ക് നിങ്ങൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ടൈം ആയാലും പാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത പാല് കൊടുക്കുന്നെങ്കിൽ മിനിമം ഒരു 4 ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ടൈം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ വയറിന് അറിയാൻ വേണ്ടിയുള്ള പാല് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം വെളുത്തുള്ളി കുറേ വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി എടുത്തതിന് ശേഷം പശുവിൻ പാലിൽ വെളുത്തുള്ളി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ആദ്യം പാലൊഴിക്കുക. പാലൊഴിച്ചതിന് ശേഷം ഈ വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ വൃത്തിയാക്കി വെച്ച് വെളുത്തുള്ളി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു പരുവാകുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ നല്ല കൽക്കണ്ടം ഇട്ട് കൊടുക്കും. നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് ആ വെളുത്തുള്ളിയുടെ ആ ഒരു ചുവ മാറുമല്ലോ, അതിനനുസരിച്ച് നമ്മൾ നല്ല കൽക്കണ്ടം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൽക്കണ്ടവും വെളുത്തുള്ളി മുഴുവൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നടുക്കുന്ന കീറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. കൽക്കണ്ടവും വെളുത്തുള്ളിയും പാലിൽ കിടന്ന് ഈ വെളുത്തുള്ളി നല്ല സോഫ്റ്റ് ആവണം. അതിനുശേഷം നല്ല രീതിക്ക് പേസ്റ്റ് ആവുന്ന രീതിക്ക് പോലെ നല്ലതായിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഓൾമോസ്റ്റ് വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും ചതഞ്ഞ് ഒരു പരുവാകുന്നത്. അപ്പം അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം നന്നായിട്ട് വെളുത്തുള്ളി ഉടച്ചു കൊടുക്കുക. ഈ പാലിൽ തന്നെ കണ്ട് കുറുകി അതൊരു പേസ്റ്റ് വരുന്നതിലാവും. അത് ഞാൻ കാണിച്ചത് എങ്ങനെ ഇരിക്കുന്നതെന്ന്. എന്നിട്ട് ഇത് നമ്മൾ തണുത്ത് ആറിയതിനു ശേഷം ഒരു ടിഫിൻ ബോക്സിലോ എന്തെങ്കിലും അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നും 1 ടീസ്പൂണോ 1 സ്പൂൺ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കഴിക്കുക. രാവിലെ കഴിച്ചത് നല്ലതാണ്, അല്ലെങ്കിൽ ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കാം, എങ്ങനെയാ വെച്ച് ബ്രെഡിൽ തേച്ച് കഴിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാം. ഇത് വളരെയധികം പാല് ഉണ്ടാവാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ അപ്പോൾ അതിന്റെ പേസ്റ്റ് എങ്ങനെയിരിക്കുന്നതും കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ടിഫിൻ ബോക്സിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ഇരിക്കും. ലാസ്റ്റ് പാലും കൽക്കണ്ടവും എല്ലാം ഇട്ട് കുഴഞ്ഞു വരുമ്പോൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കൽക്കണ്ടം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരു പേസ്റ്റ് ആവുന്നത് നിങ്ങളത് ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുത്ത് സ്മാഷ് ചെയ്ത് എടുക്കാം. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതൊരു വേറെ വീഡിയോ ഞാൻ ഇടാം. അപ്പൊ ഇങ്ങനെയായിരിക്കും സംഭവം. നമുക്കത് നമ്മുടെ ആവശ്യത്തിന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഇഷ്ടമുള്ളപ്പോൾ ഒരു സ്പൂൺ എടുത്ത് കഴിക്കാം. അടുത്തതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സംഭവം. അതായത് ഉലുവ കഞ്ഞി ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞ വീഡിയോ എടുക്കുന്ന നിമിഷം വരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്. അപ്പം എനിക്ക് കുഞ്ഞിനെ ഫോർമുല ഫീഡ് ഒരുപാട് കൊടുക്കാൻ താല്പര്യമില്ല. എനിക്ക് ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അത് നല്ലതല്ല നമുക്കറിയാം. പിന്നെ വേറൊരു ഓപ്ഷനില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഫോർമുല ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഫോർമുല ഫീഡ് കുറയ്ക്കാനാണ് ഞാൻ നോക്കുന്നത്. പാലുണ്ട്, പക്ഷെ അവന്റെ വയറ് നിറയാനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആ ക്വാണ്ടിറ്റി ഇല്ലാന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മെഡിസിൻസ് തരും. മെഡിസിൻസ് മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ മെഡിസിൻ കഴിച്ചു, എനിക്ക് അത്ര അതൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. വലിയ പെട്ടെന്നൊരു റിസൾട്ടും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട്
നമ്മൾ എന്താ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ നമ്മുടെ പ്രായമുള്ളവർ പറഞ്ഞു തന്നതും എല്ലാവരും എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഉലുവ കഞ്ഞി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. എല്ലാവരും പറഞ്ഞൊരു 7 ദിവസം നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് എങ്കിൽ ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ നമുക്ക് രാവിലെ നമുക്ക് ഇഷ്ടത്തിന് കഞ്ഞി കുടിക്കാം, അല്ലെങ്കിൽ ഉച്ച കുടിക്കാം, നമുക്ക് എത്ര കുടിക്കാൻ പറ്റുമോ കുടിച്ചു, നല്ല കാര്യം. 7 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ട മെയിൻ കാര്യം അറിയാലോ, ഉലുവ നമ്മൾ ഒരു ഹാൻഡ്ഫുൾ ഉലുവയാണ് ഇടേണ്ടത്. പിന്നെ പച്ചപ്പയർ, നമ്മുടെ സാധാരണ കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ തന്നെ കഞ്ഞി എന്താ ബ്രൗൺ റൈസിന്റെ കഞ്ഞി, അതിനൂടെ ഈ പയറിടുന്നു, ഉലുവ ഇടുന്നു. പിന്നെ വെളുത്തുള്ളി ഇടുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഈ പയറിന് ഗ്യാസ് കാണും. അപ്പൊ കുഞ്ഞിന് കഞ്ഞി കുടിച്ചുമ്പോൾ നമ്മുടെ പാലാണല്ലോ പോകുന്നത്, അപ്പോൾ കുഞ്ഞിന് ആ ഗ്യാസ് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വെളുത്തുള്ളി ഇടുന്നത്. നമുക്ക് ഇഷ്ടമനുസരിച്ച് വെളുത്തുള്ളി ഇടാം. ഇപ്പൊ ഞാൻ 1 ഗ്ലാസിന്റെ അളവിന് കുടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാത്രിത്തേക്ക്. അപ്പൊ ഞാൻ ഇത്രയും വെളുത്തുള്ളി ഇടുന്നുള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച് ഇന്ന് കഴിക്കും നാളെ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളുത്തുള്ളി ഇടാം. അപ്പൊ വെളുത്തുള്ളി ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. പിന്നെ തേങ്ങ കൂടെ അരിക്കുമ്പോൾ മീൻസ് തേങ്ങ ഇതിൻ്റെ അകത്ത് കഞ്ഞിയിലിടുമ്പോൾ ഈ ഉലുവയുടെ ഒരു കയ്പ്പ് കാണും. അപ്പൊ ആ കയ്പ്പൊക്കെ മാറിക്കിട്ടും. അപ്പം അത് മാത്രമല്ല, തേങ്ങ വളരെയധികം നല്ലതാണ് മുലപ്പാൽ ഉണ്ടാവാൻ. എല്ലാവരും കൂടുതൽ തേങ്ങ അരച്ച കറികൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മുലപ്പാൽ ഇൻക്രീസ് ആവും. അപ്പോൾ തേങ്ങ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം നമുക്കത് ആദ്യം, പിന്നെ അരി ബ്രൗൺ റൈസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പൊടിയരി കഞ്ഞി. പിന്നെ വൈറ്റ് റൈസ് ഇഷ്ടമുള്ളപ്പോൾ അങ്ങനെയും കഴിക്കും, നിങ്ങളുടെ കംഫർട്ട്. പക്ഷെ എപ്പോഴും ബ്രൗൺ റൈസ് ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട്, അത് കാരണം ഞാൻ അരി ഇപ്പോൾ കുക്കറിൽ ഇടുന്നില്ല. നമ്മൾ ചെയ്ത ചോറ് തന്നെ ഇടുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് കുക്കറിലോട്ട് എല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞാൽ 1 ഗ്ലാസ്സിനുള്ള അളവിനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് അന്നൊന്ന് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ ഇത്രയും ഉലുവ ഇടുകയാണ്. അപ്പൊ അന്നെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ അല്ലേ? ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ നമുക്ക് ഈ പയർ എത്ര വേണമെന്ന് വെച്ചിടാം. പയർ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. പയറ്, വെളുത്തുള്ളി, നമുക്കിതൊക്കെ ഒന്ന് കഴുകാം. നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ ഇതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയും തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടം അത്ര നിങ്ങൾക്ക് ചേർക്കാം. എത്ര ചേർക്കുന്നോ അത്രയും നല്ല കാര്യം. അപ്പൊ തേങ്ങ അരച്ച കറി പൊതുവെ ചെയ്യുവാണെങ്കിൽ ദേഹത്തിന് ഏറ്റവും നല്ലതല്ലേ? അതെ, പാല് കൊടുക്കുന്ന അമ്മമാർക്ക്, കാരണം തേങ്ങയും പാലിന്റെ കണ്ണ് എത്രമാത്രം വെള്ളം, എത്രമാത്രം ഇങ്ങനത്തെ നമ്മള് പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കുന്നതിനേക്കാളും ജ്യൂസ് ആയിട്ട് കുടിച്ചാൽ അത് അത്രയ്ക്ക് നല്ലതായിരിക്കും. കൂടുതൽ ലിക്വിഡ് ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതിൽ ഞാൻ ചോറ് ആഡ് ചെയ്യാൻ പോവാണ്. ചോറ് ആഡ് ചെയ്യാൻ പോവാണ്. എനിക്ക് 2 തവി ചോറ് മതി, രാത്രിത്തേക്ക് മാത്രമായതുകൊണ്ട്. അല്ല, ഇതിനകത്ത് മറ്റേ ഉപ്പോ മുളകോ അങ്ങനെ ഒന്നും ചേർക്കത്തൊന്നും? ഉപ്പ് ആഡ് ചെയ്യാം അല്ലേ? നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടേസ്റ്റിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ വേണ്ട വെള്ളം, ഈ പയറും ഉലുവയും എല്ലാം കൂടെ വേവണമല്ലോ, അപ്പൊ അതിന് വേണ്ട വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം വെച്ച് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാണ്. ഒരു 2-3 വിസില് കേൾക്കുന്ന പോലെ വെക്കണം. പയറൊന്ന് വേവണം. അപ്പൊ നമുക്ക് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ, വിസിലിന് വെയിറ്റ് ചെയ്യാം. എത്ര വിസിലാ പറഞ്ഞിരിക്കുന്നത്? 2-3 വിസിൽ. ആ പയർ വേവുന്ന പോലെ അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു ഏകദേശം 2 വിസിൽ മാറിയതിനു ശേഷം ഗ്ലാസ്സിലോട്ട് വയ്ക്കുക, കഞ്ഞി വയ്ക്കുക. അത് കാണിച്ച് ഓക്കെ. നമ്മളിതാ ഉലുവ കഞ്ഞി റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റി കഴിക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിന്റെ സൈഡ് ഡിഷോ കാര്യങ്ങളോ എന്തെങ്കിലും? എന്തിനാണ് എല്ലാ കറികളും കൂട്ടി കഴിക്കാം. തോരനോ മെഴുക്കുരട്ടിയോ കറികളോ എന്ത് കൂട്ടി. കണ്ടില്ലേ, ഉലുവ
പയറ് എല്ലാം ഉണ്ട്. വെളുത്തുള്ളി ഉടഞ്ഞു പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. തേങ്ങ. അപ്പം ഇത് എന്താ പറയുക, നമുക്ക് ഉലുവ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് വേണമെങ്കിലും കഴിക്കാം. കഴിച്ചു നോക്കാം. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അല്ല, സാധാരണ പയർ കഞ്ഞി കഴിക്കുന്ന പോലെ ഉള്ളൂ. തേങ്ങ ആഡ് ചെയ്തേക്കുന്നോണ്ടാന്ന് തോന്നുന്നത്. തേങ്ങയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത്. വെളുത്തുള്ളിയുടെ ഇല്ലല്ലോ, വെളുത്തുള്ളി എനിക്ക് തോന്നുന്നു അതിലൂടെ അലിഞ്ഞു പോയെന്ന് തോന്നുന്നു. തേങ്ങയുടെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ പയറിന്റെ ഉലുവയുടെ ആ ഒരു കടിക്കുന്നുണ്ട്, പക്ഷെ അത്ര വലുതായിട്ട് അറിയുന്നൊന്നുമില്ല. തേങ്ങ കൂടുതൽ ചേർത്തേക്കുന്നതുകൊണ്ടാണ്. ഇത് ഇന്ന സമയത്ത് കഴിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പ്രത്യേകിച്ച്? കഞ്ഞിയല്ലേ ഇപ്പൊ വേണം കഴിക്കാം. ഏത് 3 നേരമായിട്ട് വേണം കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാല്ലേ. രാത്രിയിൽ കഴിച്ചാൽ ഇവിടെ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം നമ്മള് പറഞ്ഞത് എപ്പോഴും രാത്രി കഴിച്ചു കിടന്ന് നമ്മൾ ഉറങ്ങുമല്ലോ. അപ്പൊ നമ്മുടെ ബോഡിയിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ചിലപ്പം കൂടുതൽ എഫക്ട് ആകാൻ ചാൻസസ് ഉണ്ടല്ലേ. ഒന്നുമില്ല, എനിക്ക് ഇതിന്റെ ടേസ്റ്റ് തോന്നിയിട്ട് നമ്മുടെ മെത്തിസുക്ക എന്ന് പറയും. മെത്തിസുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പയറും ഉലുവയും മുളപ്പിച്ച് തേങ്ങയിട്ട ഒരു തോരനുണ്ട്. അപ്പം ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇതിനോട്. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ. ആക്ച്വലി ഞാൻ വെളുത്തുള്ളി കൂടുതൽ ഞാൻ കഴിക്കാറില്ല. എനിക്ക് പെട്ടെന്ന് അത് ഒരു വൊമിറ്റിങ്ങിൻ്റെ സംഭവം പോലെ വരും. പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ വെളുത്തുള്ളിയുടെ ഒന്നും ആ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നില്ല. അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. ഞാനും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പാല് കുറവായിട്ടുള്ള അമ്മമാർക്കും ട്രൈ ചെയ്യാം. പാലിന്റെ കുറവ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടെയാണ്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങളും ഈ പറയുന്ന അമ്മമാര്, അതായത് പാല് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങള് അമ്മമാര്, അപ്പം ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം മെഡിസിൻസ് ഒക്കെ കുറച്ച് അതായത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നാച്ചുറലായിട്ട് എന്താണ് നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കഴിച്ച് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ടോ അതായിരിക്കും എപ്പോഴും ഹെൽത്തി, ലോങ് ലാസ്റ്റിംഗ്. അപ്പോഴേ അതുമല്ല, അത് കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞിനും നല്ലതാണ്. ഇപ്പൊ ഈ ഒരു ആഹാരം കഴിക്കുന്നതുകൊണ്ട് പാല് മാത്രമല്ല, പക്ഷെ ഇതിൻ്റെ ആയിട്ടുള്ള ആഹാരങ്ങളെല്ലാം കൂടെ പോകുന്നത് കുഞ്ഞിനും കൂടെയാണ്. അപ്പം നമുക്ക് 2 ബെനിഫിറ്റ്സ് ആണ്. കുഞ്ഞിനും നല്ലതാണ്, അമ്മയ്ക്കും നല്ലതാണ്. അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. കൂടാതെ അപ്പം ഈ പറഞ്ഞ ഈ റെസിപ്പീസ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഗായത്രി ഇങ്ങനെ പാലില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ആക്ച്വലി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കാരണം എത്രമാത്രം ഈ അമ്മമാരെ ടെൻഷൻ അടിക്കുന്നു അത് അത്രയും കുഞ്ഞിനും കൂടെ എഫക്റ്റ് ആകും. പക്ഷെ അമ്മമാർക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് എപ്പോഴും ഒരു വലുതായിരിക്കും അവരുടെ മക്കളെ ഓർത്തിട്ട് ഇങ്ങനെ അയ്യോ എന്തുകൊണ്ട് പാല് കിട്ടുന്നില്ല, ഫോർമുല കൊടുക്കേണ്ടി വരുമല്ലോ. ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എഫക്ട്സ് ഉണ്ട്. എത്രയ്ക്കായാലും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ലേ, ഒരു പൊടിയല്ലേ, ഏറ്റവും നല്ലത്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള റെസിപ്പീസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും എനിക്ക് വേറൊരു കാര്യം, ഇതെല്ലാം ഒരു മൈൻഡിന്റെ കാര്യം കൂടെയാണ്. സത്യം. അപ്പം പാലില്ലാത്ത അമ്മമാരെ പാലില്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ എപ്പൊ നോക്കി അയ്യോ നിനക്ക് എന്താ പാലില്ലാത്ത, നീ എന്താ ഒന്നും കഴിക്കാത്ത, അങ്ങനെ പറയാം. നമ്മളാരും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം ഇതൊന്നും ചെയ്യത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ വരുന്നത് എന്തെങ്കിലും നമ്മള് കെയർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കുമല്ലോ ആ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനെ കെയർ ചെയ്യുന്നത്. നമുക്കത് പറയാനേ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് പാലില്ല. മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. എല്ലാവരുടെയും ബോഡി സെയിം ആകത്തില്ല, എല്ലാവരും ഡിഫറെന്റ് ആകും. കുറെ പേർക്ക് ചിലവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പാൽ ഒരുപാട് കൂടുതലായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, പെയിൻ, നെഞ്ചത്ത് പാല് കെട്ടിക്കിടക്കുക, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തവരുണ്ട്. അപ്പൊ 2 രീതിയിലുള്ള സംഭവങ്ങളുണ്ടായി. അപ്പം നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ബ്ലെയിമും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഔട്ട് ആവും. ഈ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞും ഹാപ്പി, നമ്മളും ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പൊ കൂടാതെ ഈ റെസിപ്പീസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് നമ്മുടെ ചാനലിൽ. അത് മാത്രമല്ല, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്യുക. അപ്പൊ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ. അതെ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.
നീഡായിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.